ഇത് ഞാൻ എന്നും പാലിൽ നിന്ന് മാറ്റി വെച്ച് കണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് വെണ്ണ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പാൽപ്പാടയാണ് കേട്ടോ. കണ്ട ഐസ്ക്രീമിൻ്റെ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പാൽപ്പാടയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ജാറൊക്കെ ഇട്ടുകൊണ്ട് നല്ല തണുത്ത വെള്ളം ഐസ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ച് എടുക്കണം. എന്നിട്ട് ഞാൻ മിക്സിയിലിട്ടാണ്ട് ഒന്ന് കറക്കിയ ശേഷം ഇടയിൽ കുറച്ച് വേറിട്ട് കിട്ടും. ഞാൻ നെയ്യൊന്നും ആക്കലില്ല, വെണ്ണയായിട്ട് തന്നെ വെക്കൽ. കാരണം ചെറിയ കുട്ടിക്ക് എണ്ണ കൊടുക്കാൻ ആവശ്യത്തിനാണ് ഞാൻ വെണ്ണ ഉണ്ടാക്കുന്നത്, അതിന് ചോറിൽ കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെണ്ണ കിട്ടി, ഇതാണ് വെണ്ണ. അപ്പോൾ ഞാൻ ഇതിൽ പാൽപ്പാട എടുത്ത് വെച്ച് പാത്രത്തിൽ തന്നെ ഐസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിക്ക് ഈ വെണ്ണ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഐസ് വെള്ളം ഉപയോഗിച്ച് ഈ വെണ്ണ കഴുകണം. കാരണം പാലിൻ്റെ അംശം അതിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കണ്ട, ഞാൻ ഫ്രീസറിൽ വെക്കലില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്ട് എന്നും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിലത്തെ വെള്ളത്തിൻ്റെ അംശം മാറ്റി വീണ്ടും കഴുകാനാണ്. അങ്ങനെ ആകുമ്പോൾ അതിലത്തെ പാലിൻ്റെ കണ്ടിലെ പാലിൻ്റെ അംശം അന്ന് പോകുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.